മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഒരു ശക്തമായ വരൾച്ച സംഭവിച്ചു. കന്നുകാലികളെല്ലാം ചത്തുടങ്ങാൻ തുടങ്ങി, കൃഷികളെല്ലാം കരിഞ്ഞുണങ്ങാൻ തുടങ്ങി, മുലപ്പാൽ കൊടുക്കുന്ന സ്ത്രീകളുടെ മുലപ്പാൽ വറ്റി കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങി. ജനങ്ങളാകെ പരിഭ്രാന്തരായിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാം അവരോട് നിർദ്ദേശിച്ചു, വീട്ടിലുള്ള എല്ലാ കന്നുകാലികളെയും പ്രായമുള്ളവരെയും കുഞ്ഞുങ്ങളെയും ഒരു മൈതാനത്തിൽ ഒരുമിച്ച് കൂട്ടാൻ. എല്ലാവരും ആ മൈതാനത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രായമുള്ളവരെ മുൻനിർത്തിക്കൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ആദ്യമായി ദുആ ചെയ്തത്. അപ്പോൾ മഴ വർഷിച്ചില്ല. വീണ്ടും മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു കന്നുകാലികളെ മുൻനിർത്തിക്കൊണ്ട്. അപ്പോഴും മഴ വർഷിച്ചില്ല. മൂന്നാമതായി മൂസാ നബി അലൈഹിസ്സലാം പിഞ്ചു കുഞ്ഞുങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. അപ്പോഴും മഴ വർഷിച്ചില്ല. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, എന്താണ് റബ്ബേ നീ എൻ്റെ ദുആ സ്വീകരിക്കാത്തത്? നിങ്ങളുടെ ദുആഇന്റെ പ്രശ്നമല്ല, ആ മൈതാനത്ത് 40 വർഷമായിട്ടും എനിക്ക് ഒരു നന്മ പോലും ചെയ്യാത്ത ഒരു മനുഷ്യരുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ ദുആ സ്വീകരിക്കാത്തത്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ആ മൈതാനത്തുള്ളവരോട് ഉറക്കനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, യാ മൻ അസല്ലാഹ 40 സന, ആരാണ് 40 വർഷമായിട്ടും അള്ളാഹുവിന് ഒരു നന്മ പോലും ചെയ്യാത്തവൻ? അവൻ ഇവിടെ നിന്ന് പുറത്തു പോകണം. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഞാനിപ്പോൾ എണീറ്റ് പോയാൽ എനിക്ക് വശലത്തരമല്ലേ? അങ്ങനെ അദ്ദേഹം ഖൽബ് പൊട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തൗബ അങ്ങ് സ്വീകരിക്കുന്നു. ഉടനടി ശക്തമായ മഴ വർഷിക്കുകയായിരുന്നു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നു, നീയല്ലേ പറഞ്ഞത് 40 വർഷമായിട്ടും ഒരു നന്മ പോലും ചെയ്യാത്തൊരു വ്യക്തിയുണ്ട് ഈ മൈതാനത്ത്, പിന്നെങ്ങനെ ശക്തമായി മഴ പെയ്യാനുള്ള കാരണം? ആ വ്യക്തി ഇവിടെ നിന്ന് എണീറ്റ് പോകുന്നത് ഞങ്ങളാരും കണ്ടില്ലല്ലോ. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ആ വ്യക്തി ഖൽബ് പൊട്ടിക്കൊണ്ട് എന്നോട് തൗബ ചെയ്തപ്പോൾ ഞാൻ അവൻക്കെല്ലാം പുറത്തു കൊടുത്തു, അതുകൊണ്ടാണ് മഴ പെയ്യാനുള്ള കാരണം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും ഖൽബറിഞ്ഞ് നമ്മൾ ഖേദം പ്രകടിപ്പിച്ചാൽ അല്ലാഹു തആല സർവ്വദോഷങ്ങളും പുറത്തു തരും. അല്ലാഹു തആല നമ്മളുടെ എല്ലാവരുടെയും ദോഷങ്ങൾ പുറത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.